രാവിലെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഏതായാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്തതോ ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചോറാണ്. നോർമൽ നമ്മൾ സാധാരണ വെക്കുന്ന ചോറുണ്ടല്ലോ, അതെടുത്താൽ മതി. തലേ ദിവസത്തായാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ 2 കപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പൾസ് മോഡിൽ ഇട്ടിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം കറക്കി എടുത്താൽ നമുക്കിതാ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതുപോലത്തെ മാവ് റെഡിയായിട്ട് കിട്ടും. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കുറേ സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതുപോലെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് ചോറ്, നേരെ ഡബിൾ ആയിട്ടാണ് ചോറ് എടുക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വാഴയിലയിൽ വെച്ച് കൊടുക്കാം. വാഴയിലയിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു വാഴയില കൂടി വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുത്ത പോലെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഷേപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പത്തിലെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പത്തിലുണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല നേരിയതായിട്ട് പരത്തിയത് കൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ 1-2 പ്രാവശ്യം തിരിച്ചിട്ട് കഴിയുമ്പോൾ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. നൈസ് പത്തിരിയുടെ അത്രയും പൊങ്ങി വരില്ല. ഇതിപ്പോൾ അരിപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത്രയും മതി. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റെല്ലാം മതി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്. നമ്മുടെ അരിപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നമ്മൾ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഇതാ ഒരു 2 പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിതാ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 4 മുട്ട എടുത്തത് കൊണ്ട് 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലൂസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോസ് പാനിൽ ആദ്യം നന്നായിട്ട് ഓയിലാക്കി കൊടുക്കണേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് ആദ്യം വെച്ചിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് മാത്രം മതി. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡെല്ലാം വിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഏതായാലും എടുക്കുക, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പുട്ടുപൊടിയാണ്.
അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങയും ജീരകവും ഉള്ളിയും മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ച മാവിൽ നിന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു വാഴയിലയിൽ കുറച്ച് ഓയിലോ മറ്റോ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെയ്പ്പത്തിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ പരത്തി കൊടുക്കാം. നെയ്പ്പത്തിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ചിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷേ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നന്നായിട്ട് ചൂടാവണം. എന്നാലും നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ പൊന്തി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പത്തിലാണ്. നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുപൊടിയെല്ലാം ചേർക്കുന്നതുകൊണ്ട് ആ ഒരു തരിതരിയോട് കൂടിയിട്ടുള്ള നല്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ 3 ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.